രാവിലെ എണീറ്റിട്ടില്ലേ അടുക്കളയിലോട്ട് വരുമ്പോഴില്ലേ തലേന്ന് അരച്ച് വെച്ച ദോശമാവ് ദേ ഇതുപോലെ നല്ലോണം പൊന്തി വരുമ്പോഴില്ലേ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം കുറച്ചൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ വലിയ ആഗ്രഹമൊന്നും അല്ല കേട്ടോ. ദോശ ഇഡ്ഡലിയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമ്പോൾ കഴിക്കുന്നവർക്ക് കൊടുത്ത് അവരുടെ മനസ്സും വയറും ഒക്കെ നിറയുമ്പോഴൊരു സന്തോഷമല്ലേ. അവരുടെ ഒരു പുഞ്ചിരി കാണുമ്പോഴില്ലേ അത് മതി നമ്മുടെ വയറ് നിറയാനും ആ ദിവസം നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും. ഞാൻ ഉണ്ടാക്കിയ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടോ. എന്താണെന്നോ, ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് റവപ്പൊടിയും കൂടി ചേർത്തു. റവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കുറച്ച് നെയ്യ് അതിൽ തൂത്ത്, ഇപ്പം ഓർക്കണുണ്ടാവും എന്തോരം നെയ്യാണ് ഇവിടെ ഇടണേ. നെയ്യ് കുറേ ഇട്ടാൽ നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ഇങ്ങനെ തേച്ചിട്ട് കഴിക്കുന്നത്. പിന്നെ ദോശയുടെ മുകളിലോട്ട് ഈ സാമ്പാറും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖമല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കഴിച്ചാണോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ. കഴിച്ചില്ലെങ്കിൽ എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ഓക്കെ, അപ്പം എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ, സി യു.